20 ജൂലൈ 2025 കാവുമ്പുറത്ത് നിന്ന് ആദവനാട് വരുന്ന റോട്ടിൽ കോതോള എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള ഒരു വെള്ളച്ചാട്ടമാണ് ഡെസ്റ്റിനേഷൻ വരുന്നത്. റോഡിൻ്റെ എൻഡിൽ വണ്ടി ഇട്ടിട്ട് കുറച്ച് ട്രക്ക് ചെയ്താൽ ഫസ്റ്റായിട്ട് കാണുന്ന വ്യൂ ആണത്. ഇവിടെ നിന്ന് കുറച്ചുകൂടെ മേലേക്ക് കയറി പോയാലാണ് മെയിനായിട്ട് കാണുന്ന വെള്ളച്ചാട്ടത്തിൻ്റെ വ്യൂ പോയിൻ്റ്. മഴ ഉണ്ട്, അത്യാവശ്യം വെള്ളം പവറിലാണ് വരുന്നത്. അതേപോലെ തന്നെ എല്ലായിടത്തും നനഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നല്ല വഴുക്കലുണ്ട്. ആ വഴുക്കിയിട്ട് വീണതാണ് ഫസ്റ്റായിട്ട് വീഡിയോൻ്റെ ഫ്രണ്ടിൽ കണ്ടത്. റിസോർട്ടുകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഡെസ്റ്റിനേഷൻസ് തിരഞ്ഞെടുക്കുമ്പോൾ കൂടുതലും അഡ്വഞ്ചറസ് ആയിട്ടുള്ള അല്ലെങ്കിൽ മലകൾ അല്ലെങ്കിൽ ട്രക്കിംഗ് സ്പോട്ടുകൾ ഇതൊക്കെ തിരഞ്ഞെടുക്കാനുള്ള കാരണം കൗതുകം കൂടുതലായതുകൊണ്ട് തന്നെയാണ്. കംഫർട്ട്, അഡ്വഞ്ചർ എന്നുള്ള 2 ഓപ്ഷൻ തന്നിട്ട് എന്നോടൊന്ന് ചൂസ് ചെയ്യാൻ പറഞ്ഞാൽ ഐ വിൽ ഡെഫിനറ്റ്ലി ഗോ ഫോർ അഡ്വഞ്ചർ. ഇതും അതുപോലെ തന്നെ കുറച്ച് അഡ്വഞ്ചറസ് ആയിട്ടുള്ള ഒരു സ്പോട്ടാണ്. സാധാരണഗതിയിൽ ആളുകൾ വന്നാൽ 2 പാറക്കെട്ടിൻ്റെ ഇടയിൽ കൂടെ കൂടുതൽ വെള്ളം വരുന്ന ഏരിയ ഫസ്റ്റായിട്ട് വീഡിയോയിൽ കണ്ട അവിടെ വന്നിട്ടാണ് എല്ലാവരും നിൽക്കാറ്. അതിൻ്റെ മേലേക്ക് ഒരുപാട് സ്ഥലങ്ങളുണ്ട്. ആ കാഴ്ചകളാണ് നിലവിൽ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. മെയിനായിട്ട് കാണുന്ന വെള്ളച്ചാട്ടത്തിൻ്റെ ഏരിയയാണ്. മേലേക്ക് ഏകദേശം ഒരു 800 to 900 മീറ്റർ കയറി പോകാനുണ്ട്. ഇതിൻ്റെ അവസാനമായിട്ട് എൻഡിൽ ഏറ്റവും ടോപ്പിലായിട്ട് വരുന്നത് ഒരു തോട്, റോഡിൻ്റെ അടിയിൽ കൂടെ തോടായിട്ട് വരുന്ന ഒരു രീതിയിലാണ് ഈ വെള്ളം സ്റ്റാർട്ട് ചെയ്യുന്നത്. ഫാമിലിയായിട്ടും അതേപോലെ തന്നെ ചെറിയ പിള്ളേരായിട്ടും മേലേക്ക് കയറാതിരിക്കലാണ് ഏറ്റവും ബെസ്റ്റ്. നല്ല ഒഴുക്കലും അതേപോലെ തന്നെ വെള്ളത്തിൻ്റെ നല്ല ഫോഴ്സ് ഉള്ളത് കാരണം കയറുന്ന ആളുകൾ ഏറ്റവും ചെറിയ സ്റ്റെപ്പ് അടുത്തടുത്ത് കാലുകൾ വെച്ചിട്ട് കയറാൻ നോക്കാം. അടുത്തടുത്ത് കാലുകൾ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല ഗ്രിപ്പ് കിട്ടും. ഇനി അഥവാ സ്ലിപ്പായാൽ തന്നെ അടുത്ത വേഗം പിന്നൊരു സ്റ്റെപ്പിൽ നമുക്ക് നിൽക്കാൻ കഴിയും. ഇതിൻ്റെ മേലേക്ക് ചെരുപ്പിടാതെ കയറാതിരിക്കുകയാണ് ഏറ്റവും ബെസ്റ്റ്. ഷൂ കംഫർട്ടായിരിക്കും. മേലേക്ക് കയറുമ്പോൾ കൂടുതലും കാടായതുകൊണ്ടും ആൾപ്പെരുമാറ്റമില്ലാത്ത ഏരിയ ആയതുകൊണ്ടും പാമ്പ് അല്ലെങ്കിൽ ചേര പോലത്തെ സാധനങ്ങളെ ശ്രദ്ധിക്കുന്നതും നന്നായിരിക്കും. ഞങ്ങൾ പോയപ്പോൾ ഒന്നും കണ്ടിട്ടൊന്നുമില്ല, എങ്കിലും ഒരു മുൻകരുതലിന് നല്ലതാണ്. നല്ല സ്ലിപ്പാവുന്ന സ്ഥലത്ത് നമുക്കിങ്ങനെ സ്ലൈഡ് ചെയ്ത് പോവാം. കുളിക്കാനുള്ള നാച്ചുറലായിട്ടുള്ള ഷവറുണ്ട്. പിന്നെ അത് ഇറങ്ങുമ്പോഴും കയറുമ്പോഴൊക്കെ മാക്സിമം കൈയും കാലും യൂസ് ചെയ്തിട്ട് ഇറങ്ങാനും കയറാനും വേണ്ടി ശ്രമിക്കുക. അത് നമുക്ക് കൂടുതൽ ഗ്രിപ്പ് കിട്ടാനും നമുക്ക് കൂടുതൽ സ്റ്റെബിലിറ്റിയിൽ ഇറങ്ങാനും അല്ലെങ്കിൽ കയറാനുമുള്ള സഹായത്തിന് നല്ലതാണ്. ഓവറോൾ ഇതെടുത്താൽ പ്രത്യേകിച്ച് എക്സ്പെൻസ് ഒന്നുമില്ല. ഒരു മിനി വിർജിൻ വാലി എന്നൊക്കെ പറയാം. ഏതായാലും പുതിയൊരു സ്പോട്ടായിട്ട് പുതിയൊരു ലൊക്കേഷനായിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ ഫ്രം RR Wonders.